ഓടി വെക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ സന്ദേശത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രഖ്യാപനങ്ങളിൽ നിന്നും നമ്മൾ അനാവശ്യമായ ചില അധ്വാനങ്ങളിലേക്കും വ്യായാമങ്ങളിലേക്കും കടന്നുപോയി സമൂഹം ഇന്ന് നാശത്തെ അഭിമുഖീകരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഇത് രണ്ടിനൊരു ലാഭമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും ആ വിഷയം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നah അർളുഹാ السماوات والأعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ വേദിയെയും സദസ്സിനെയും അള്ളാഹു ധന്യമാക്കി തരട്ടെ. ചിന്തിക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഓടി മത്സരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി മത്സരിക്കണം. സ്വർഗം അള്ളാഹു തആല വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ ആര്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ക്ഷേമത്തിലും ക്ഷാമത്തിലും ചെലവഴിക്കുന്നവരാണ്. പിന്നെയോ വൽ കാളിമീനൽ ഗൈള, ദേശത്തെ കടിച്ചമർത്തുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, അരുതാത്തത് ആരെങ്കിലും ചെയ്താൽ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സുഹൃത്തുക്കളോട് അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ശ്രദ്ധിക്കണം, ഇത് വളരെ മർമ്മാണ് ഈ പറഞ്ഞത്. ആല ഇമ്രാൻ 134. الذين ينفقون في السراء والكاظمين الغيظ والعافين الناس. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. മുത്തഖീങ്ങളായാലല്ലേ നോമ്പ് വരെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മുത്തഖിയായാലേ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല നോമ്പിനെ വെച്ചിട്ടുള്ളത്. മുത്തഖിയായാലേ നോമ്പ് സ്വീകരിക്കും. അങ്ങനെ മുത്തഖിയുടെ രീതികൾ പറയാം. മുത്തഖി എന്നാൽ ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവരാണ് ഒന്ന്. പിന്നെ വൽ കാളിമീനൽ ഗൈള, നമ്മൾ ചിന്തിക്കണം കേട്ടാ, നോമ്പ് നോക്കുന്ന മുത്തഖിയാകാൻ വേണ്ടിയാണ്. ആരാ മുത്തഖിയാവുക? മുത്തഖിയാവുക എന്നാൽ ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കാൻ കഴിയണം ഒന്ന്. രണ്ട്, വൽ കാളിമീനൽ ഗൈള, ദേശത്തെ കടിച്ചമർത്താൻ കഴിയുന്നവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾ അരുതാത്തത് ചെയ്യുമ്പോൾ അവരെ മേക്കിട്ട് കയറുകയല്ല, അവർക്ക് മാപ്പ് കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സുഹൃത്തുക്കളോട് അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം, ഇത് മനസ്സിലാക്കി. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. ഇസ്ലാമിൻ്റെ വാതിൽ തുറന്നു നോക്കൽ എല്ലാവരുടെയും ഒരു കടമയും കടപ്പാടും ഒരു ബാധ്യതയുമാണ്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് നേരത്തെ കേട്ട വാക്കുകളിൽ ഒരു വേദന തോന്നിയ വാക്ക്, ബഹുമാനപ്പെട്ട ശ്രീധരൻ പിള്ള സാറ് നമ്മോട് പറഞ്ഞ വാക്കുകളിൽ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന വളരെ വലുതാണ്. ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള അടിസ്ഥാനപരമായ കാര്യം, അത്തരം കാര്യങ്ങളിൽ ദഅവത്ത് എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ, എന്താണ് ഈ സമുദായം, എന്താണിത്, എന്താണ് ഇസ്ലാം എന്നറിയേണ്ടതിനെ അറിയേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയും കടപ്പാടുമാണ്. എനിക്ക് ഹിന്ദുമതധർമ്മങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ MTയുടെ 2-ാം ഊഴം വായിച്ചത്. 2-ാം ഊഴം വായിച്ചതിൽ പിന്നെ ഗീത വാങ്ങി. 2-ാം ഊഴം വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗീത വാങ്ങിയത്. പിന്നെ ഗീത വായിച്ചു. ബൈബിൾ ഒരു പഴയ ബൈബിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വായിച്ചത് ഉപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് അതിൻ്റെ അലകുംപിടിയും തന്നെ വേർപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തിരിച്ചങ്ങോട്ട് ഈ ധർമ്മത്തെ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ എന്നത് വേദനാജനകമായ ഒരു സംഗതിയാണ്. വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാകണം. ഇതാണ് ഇസ്ലാം. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. പിന്നെ മറ്റുള്ളവർ ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷം എന്താണ് ഉണ്ടാകുന്നത്? ഒരു കൈവട്ടലും പിന്നെ പത്രമാധ്യമങ്ങൾ കാണിച്ച 1.5 മാസമുള്ള കൈവട്ടൽ ആഘോഷവും. അതിലാണ് ഇന്ന് അന്യ സമുദായങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും കരുതി കൂട്ടി തന്നെ ഞാൻ പറഞ്ഞ വാക്കുകളാണ്. ഒരു കൈവട്ടലും ആ കൈവട്ടലിന് ശേഷമുണ്ടായ പത്രമാധ്യമങ്ങളുടെ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷവും കൂടിയാൽ അതാണ് ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഒരു സിംബോളിക് ലൈൻ. ഇവിടെ നിന്നായിരിക്കും മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുസ്ലിം സമുദായത്തെ ഇനിയും പുറകോട്ട് കൊണ്ടുപോകും എന്നതും വേദനാജനകമായ സംഗതിയാണ്.
കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ഇസ്ലാം സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അല്ല, അത് സമാധാനം തന്നെയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. സമാധാനം തന്നെയാ. സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. സമാധാനികൾക്ക് സമാധാനത്തിന്റെ വീട് കിട്ടൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദജ്ജാൽ നോക്കൂ, ദജ്ജാൽ വന്ന് സമാധാനത്തെ ഭംഗിക്കും, ഈസ വന്ന് അലൈഹിസ്സലാം സമാധാനത്തെ സ്ഥാപിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ സമാധാനം നഷ്ടപ്പെടുമോ എന്ന് കണ്ടിട്ട് കഅബാലയം പോലും ഞാൻ അതിൻ്റെ ദീർഘചതുരാകൃതിയിലാണ് സത്യത്തിൽ കഅബാലയം ആവേണ്ടത്. ഇന്ന് സമചതുരാകൃതിയിലാണ് കാണുന്നത്. സത്യത്തിൽ മുക്കാൽ കഅബയാണ് ഇന്ന് കാണുന്നത്. അത് ദീർഘചതുരാകൃതിയിലാണ്, സമചതുരാകൃതിയിലാണ് അത് ഇന്ന് കാണുന്നത്. പക്ഷെ ദീർഘചതുരാകൃതിയിലാണ് അതിൻ്റെ രീതി. ഞാൻ ഈ വിഷയം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന് കൊടുത്ത വിലയുടെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതാണ്. പുണ്യനബി കഅബാലയത്തെ പുതുക്കി പണിയാൻ കഴിയുമായിരുന്നു. എങ്ങനെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ ഒരു സമൂഹത്തിൽ അതൊരു സമാധാനക്കേട് വരുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് സമാധാനത്തിൻ്റെ സന്ദേശമാണ് സത്യത്തിൽ ഇവിടെയും മാനവ സന്ദേശം. സാന്ദർഭികമായി ഞാനിവിടെ വിളക്കി ചേർക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടതുള്ളത് കൊണ്ട് സാന്ദർഭികമായി ചില കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. നോക്കൂ, മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഗീതയിൽ ഈ ഭാഗം പറയുന്നു. ആരാണ് ഹിന്ദു? ഹിന്ദു അത് മനസ്സിലാക്കണം. ആരാണ് ഹിന്ദു? എന്താണ് ഹിന്ദു ധർമ്മം? ആരാണ് ഹിന്ദു? അത് മനസ്സിലാക്കേണ്ടത് അവരുടെയും ഒരു ബാധ്യതയാണ്. വേദാവിനാശിനം നിത്യം യേന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥകം ഘാതയതി ഹന്തികം. അല്ലയോ പാർത്ഥ, അതായത് തേരിലിരുന്ന് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്ന ഭാഗമാണ് സത്യത്തിൽ. അതാണ് ആ ഉപദേശങ്ങളാണ് ഗീതോപദേശം. അതാണ് ഭഗവത്ഗീത. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്ലോകം 21 ശ്ലോകമാണിത്. എൻ്റെ വ്യാഖ്യാനവും ഞാൻ പറയാം. തേരിലിരുന്ന് തേരിനെ പൂട്ടുകയാണ്. ജേതാവാണ് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നത്. എന്താ പറഞ്ഞതിൻ്റെ ആശയം സമ്പൂർണ്ണമായി നമുക്കൊന്നും വേണ്ടത്ര അറിയാത്തൊരു ഭാഷയാണ്. എങ്കിലും അതുകൊണ്ട് അതിൻ്റെ പണ്ഡിതന്മാർ അത് നൽകുന്ന വ്യാഖ്യാനവും രീതിയും ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്നവർ അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അഥവാ ഇതാണ് യഥാർത്ഥ ഹൈന്ദവത. ഇതാണ് ഗീതോപദേശം. അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട അവതാരമാണ് കൃഷ്ണൻ്റേത്. ആ കൃഷ്ണാവതാരത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ഇതാണെന്ന് ഗീത നമ്മുടെ മുന്നിൽ എടുത്തു വെക്കുന്നു. ധർമ്മം മാത്രമാണ്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ധർമ്മം മാത്രമാണ് സ്ഥാപിക്കുക. ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ എന്ന ആ ഒരു കൺസെപ്റ്റിന് പകരം അവതാരങ്ങൾ എന്ന് പറയുകയാണ്. ഞാൻ അതിൻ്റെ ഇന്നും രീതികളിലേക്ക് വരുന്നില്ല. പക്ഷേ ആ ധർമ്മത്തിൻ്റെ ഒരു നിലവാരത്തെ ആ സമുദായവും നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊരുത്തനെ കൊല്ലുക, മറ്റൊരുത്തൻ്റെ മേൽ മേക്കിട്ട് കയറുക, മറ്റൊരുത്തനെ ആക്രമിക്കുക, അവനൊരിക്കലും ഹിന്ദു എന്ന് പറയാൻ സാധ്യമല്ല എന്ന്. ഹിന്ദുവിലെ പണ്ഡിതനെ സന്യാസി എന്ന് പറയും. സത്യത്തിൽ എന്താണ് ഈ സന്യാസി? സനസ്യമാണ്. സത്യത്തിൽ സ്വത്വത്തെ നശിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. താൻ ഇല്ലാതെയാവുക, വേറൊരാളെ നശിപ്പിക്കല, സ്വന്തത്തെ ഇല്ലാതെയാക്കുകയാണ്. അതാണ് സന്യാസം, അതാണ് സന്യാസി. സന്യാസത്തിൽ നിന്ന് സന്യാസി ഉണ്ടായി. അതായത് സ്വത്വത്തെ ഇല്ലാതാക്കുക. ലോകത്തിന്റെ ധർമ്മത്തിന് വേണ്ടി സ്വയം ഒരുങ്ങിത്തീരുന്നവനാണ് സന്യാസി. അവരാണ് ഹൈന്ദവ പണ്ഡിതന്മാർ. എങ്ങനെ വേറൊരാളെ മേക്കെട്ട് കയറാൻ ആ മതവിഭാഗത്തിന് കഴിയും? അതവരും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. വളരെ ഗൗരവമായ ഒരു സന്ദേശമാണ്. എവിടെയും ധർമ്മം സ്ഥാപിക്കുക. ആരൊക്കെ മർദ്ദിതരാണോ ആ മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കുക.
അതിനുവേണ്ടിയാണ് അവതാരങ്ങൾ വന്നത് എന്നും എവിടെയൊക്കെ വിനാശത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ആ വിനാശത്തിന്റെ